ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് പൊരിച്ചതുപോലെയൊക്കെ തോന്നാം, പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു വെജിറ്റബിൾ ഫില്ലിങ്ങൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മീനും ഇറച്ചിയൊന്നും കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോൻ്റെ താഴെ ഇതുപോലെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്നെഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ സവാളയിലേക്ക് ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ പച്ചമുളക് അതിൻ്റെതായ രീതിയിൽ എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റുക. നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് ചേർക്കാം. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് തൊലിയൊന്നും മാറ്റാതെ കുക്കറിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വെന്തതിന് ശേഷം തൊലി മാറ്റിയിട്ട് ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ബ്രെഡ് നമുക്ക് 2 ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫില്ലിങ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ ചെയ്യുന്നില്ല, അതുപോലെ ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട്, അതുപോലെ ചെയ്യുക. അതിന് ശേഷം ഒരു പീസിനെ നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യും, ചെറിയ ചെറിയ സ്ക്വയറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ സെൻറ്ററിലൂടെ ചെയ്യാം, ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തത്, അതായത് 4 ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പിനും കുറച്ച് കൂടുതൽ മൈദമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പം കുറച്ചുകൂടി ഒരു കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഇതിൽ വെള്ളം ചേർത്തിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കട്ടകളൊന്നും കൂടാതെ നല്ലൊരു ബാറ്റർ ആയിരിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നോക്കുമ്പോൾ ഒരു 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് വേണ്ട നമുക്ക്, അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒക്കെ രീതി കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് വേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രെഡ് ഇതിലേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ പീസ് ബ്രെഡും ഇതുപോലെ എടുത്തിട്ട് ഒന്നങ്ങ് മുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണ ചൂടാതെ ഇട്ടാൽ ഇത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സ്നാക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ ഇതൊന്ന് ശരിയായി ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുക. അതുപോലെ തന്നെ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ക്രിസ്പി ആക്കി എടുത്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയാണ്, നല്ലൊരു ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ചൂട് തണിഞ്ഞാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല, പക്ഷേ ആ ഒരു ക്രിസ്പിനെസ് കുറച്ചങ്ങ് പോകുന്നുണ്ട്.
അപ്പോൾ ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഫില്ലിങ്സ് വെക്കുമ്പോൾ കുറച്ച് അധികം തിന്നായിട്ട് വെക്കണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ ഫില്ലിങ്സ് ഇരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്